പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ പന്തീരങ്കാവ് സ്വദേശി കെ ഹർഷിനയുടെ വയറ്റിൽ കത്രിക മറന്നുവച്ച കേസിൽ ഡോക്ടർമാരെയും നഴ്സുമാരെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി ലഭിച്ചു. കുറ്റപത്രം ചൊവ്വാഴ്ച കുന്നമംഗലം കോടതിയിൽ സമർപ്പിക്കും. ശക്തമായ പോരാട്ടത്തിന്റെ വിജയമാണിതെന്ന് ഹർഷിന പ്രതികരിച്ചു. 2017 നവംബർ 30 കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെയാണ് പന്തീരാങ്കാവ് സ്വദേശി കെ ഹർഷിനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയത്. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ മാർച്ച് 1 ഹർഷിന സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ട് പ്രകാരം മെഡിക്കൽ കോളേജ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 4 പേരെയാണ് പ്രതി ചേർത്തത്. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഗൈനക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ CK രമേശൻ, സ്വകാര്യ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് മലപ്പുറം സ്വദേശി ഡോക്ടർ M ഷഹന, മെഡിക്കൽ കോളേജിലെ സ്റ്റാഫ് നഴ്സുമാരായ പെരുമണ്ണ സ്വദേശി M രഹന, ദേവഗിരി കളപ്പുരയിൽ KG മഞ്ജു എന്നിവരാണ് യഥാക്രമം കേസിലെ 1 മുതൽ 4 വരെയുള്ള പ്രതികൾ. ഇവർക്കെതിരെ കുറ്റപത്രം നൽകാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഇപ്പോൾ അനുമതി നൽകിയത്. ഏറെ നാളത്തെ ശക്തമായ പോരാട്ടത്തിന്റെ ഫലമാണ് ഈ അനുമതി. ഇതുപോലെ മതിയായ നഷ്ടപരിഹാരവും ഉടൻ നൽകണമെന്ന് ഹർഷിന പ്രതികരിച്ചു. പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് 1.5 വർഷത്തോളമായി നമ്മൾ പോരാട്ടത്തിലാണ്. 5 വർഷത്തോളം അനുഭവിച്ചു. നിയമത്തിന്റെ വഴിക്ക് തന്നെ എന്തായാലും പോകും. കാരണം നഷ്ടപരിഹാരം എന്നുള്ളത് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് പ്രത്യേകിച്ച് ഇവരെ ശിക്ഷിക്കുക എന്നുള്ളത് അല്ലല്ലോ. IPC 338 പ്രകാരം 4 പേരെയും പ്രതി ചേർത്താണ് പോലീസ് റിപ്പോർട്ട് നൽകിയത്. 2 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ചുമത്തിയത്. എന്നാൽ ഇവർക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കണമെങ്കിൽ സർക്കാരിന്റെ അനുമതി വേണമായിരുന്നു. തുടർ നടപടികൾക്കായി ഹൈക്കോടതിയെ സമീപിക്കേണ്ട സാഹചര്യത്തിൽ കേസിന്റെ ചിലവ് വർദ്ധിക്കും. ജനങ്ങളിൽ നിന്നും ധനസഹായം തേടുമെന്ന് സമരസമിതി ചെയർമാൻ ദിനേശ് പെരുമണ്ണ പറഞ്ഞു. ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് പ്രോസിക്യൂഷൻ നടപടിക്ക് അനുമതി നൽകിയതോടൊപ്പം തന്നെ ഹർഷിനക്കുള്ള നഷ്ടപരിഹാരം സർക്കാർ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ആ പ്രഖ്യാപനം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ കേരള ഹൈക്കോടതിയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള തുടർ നിയമ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. കുറ്റപത്രത്തിനുള്ള അനുമതി വൈകുന്നതിൽ പ്രതിഷേധിച്ച് ഇന്ന് സമരസമിതിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മുൻപിൽ സമരം നടത്തുമെന്ന് ഹർഷിന പ്രഖ്യാപിച്ചിരുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്.